ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ആരൊക്കെ 12th മാൻ സിനിമ കണ്ടാണ്? മോഹൻലാലിൻ്റെ 20-ാം തീയതി, അതായത് ഇന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്ന 20-ാം തീയതിയാണ്. സൂപ്പർ സിനിമ, അത്യാവശ്യം ത്രില്ലറുണ്ട്. പക്ഷെ ദൃശ്യം 2-ൻ്റെ അത്ര നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല, പക്ഷേ ത്രില്ലറുണ്ട്, കണ്ടിരിക്കാം, പൊളിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് നോക്കിയാലോ. ആദ്യം തന്നെ സാംസങ്ങിൻ്റെ കുറച്ച് ന്യൂസസ് ആണ്. സാംസങ് ഗാലക്സി Z Flip&Foldഉം Z Fold4ഉം ലീക്ക് ഇമേജസ് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു മാറ്റമില്ല. Z Flip 3യുടെയും Z Fold 3യുടെയും സെയിം ഡിസൈൻ. ഇനി എന്തെങ്കിലും മാറ്റം വരുമെന്ന് സ്പെസിഫിക്കേഷൻസ് വരുമ്പോൾ അറിയാം. സാംസങ് ഗാലക്സി S23 അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന സാംസങ്ങിൻ്റെ S23യിൽ 200 മെഗാ പിക്സലിൻ്റെ ക്യാമറയായിരിക്കും. കൊള്ളാം. സാംസങ് ഗാലക്സി S22ൻ്റെ പുതിയ കളർ ഇറങ്ങിയിരിക്കുകയാണ്. ഗോൾഡ് പിങ്ക് കളർ, റോസ് ഗോൾഡ് പിങ്ക് ആണ് ഇതിൻ്റെ കളർ. എന്താണ് സാധനം? സാംസങ്ങിൻ്റെ കഴിഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇറങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞില്ല, അതിന് മുമ്പ് അടുത്ത അപ്ഡേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഷവോമിക്ക് ഇത് കണ്ടുപിടിക്കും. ഈ ഷവോമിയുടെ കഴിഞ്ഞ അപ്ഡേറ്റ് ഒക്കെ വന്ന് മാർച്ചിലെങ്ങാണ്ടാണ് കഴിഞ്ഞ അപ്ഡേറ്റ്. പലപ്പോഴൊക്കെയാണ് ഷവോമി ഇതുപോലെ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, അന്ന് മൊത്തം ബഗ്ഗുമായിരിക്കും. ഗാലക്സി വാച്ച് 4, സാംസങ് ഗാലക്സി വാച്ച് 4ൽ ഇനി മുതൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വരാൻ പോകും. നല്ല കാര്യം. പക്ഷേ സാംസങ് ഗാലക്സി വാച്ച് 4ൽ മാത്രമേ ഉള്ളൂ, 3, 2 അതിലൊന്നുമില്ല. സാംസങ്ങിൻ്റെ ടാബ്ലറ്റ് S6 ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് സാധനം. അങ്ങനെ റൂമേഴ്സ് പറഞ്ഞ് അത് ഒരു സത്യമാകാൻ പോവുകയാണ്. ഐഫോൺ C ടൈപ്പ് ചാർജർ ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഐഫോണിലും ആപ്പിളിൻ്റെ എയർപോഡ്സിലും. വളരെ നല്ല കാര്യം. തിമ്മണ്ണ ഈ ഐഫോൺ 50ൽ ചിലപ്പോൾ C ടൈപ്പ് ചാർജറാണ് വരാൻ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. വളരെ നല്ല കാര്യം. ഈ C ടൈപ്പ് ചാർജറൊന്നും ഒരുപാട് ഉപകാരമുണ്ട്. കാരണം നമ്മൾ ഇലക്ട്രോണിക് വേസ്റ്റ് ഒരു ശതമാനം വരെ കുറയ്ക്കാൻ പറ്റും. പക്ഷെ അവർ ചാർജർ വയ്ക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ C ടൈപ്പ് ചാർജർ കൊണ്ടൊന്നും നല്ല മാറാം. പക്ഷെ അല്ലെങ്കിൽ ഈ ഐഫോണിന് മാത്രം ലൈറ്റിംഗ് കേബിൾ മാറ്റി. അതാണ് പ്രശ്നം. ഐഫോണിൻ്റെ ഫോൾഡബിൾ ഫോൺ 2025 ഇറങ്ങുമെന്ന് പറഞ്ഞു. ആദ്യം അവന്മാർ 5 വോൾട്ട് ഡിസ്പ്ലേ കൊണ്ടുവന്നു, ഇനി അണ്ടർ ഡിസ്പ്ലേ കൊണ്ടുവരണം. അതിന് ശേഷമേ അവർ ഇനി ഈ ഫോൾഡബിൾ ഡിസ്പ്ലേ കൊണ്ടുവരും. ഫോൾഡബിൾ ഫോൺ കൊണ്ടുവരും. കറക്റ്റ് നോക്കാം. പക്ഷേ അതിൻ്റെ ഈ ബ്ലൂ പ്രിൻറ്റ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ 2025 ഇറങ്ങാൻ പോകുന്നതിൻ്റെ ഫോൾഡബിൾ ഫോൺസിന് ബ്ലൂ പ്രിൻറ്റ്സ് ലീക്ക് ആയിട്ടുണ്ട്. റൂമറാണ്, നോക്കാം. ഐഫോൺ 14 Pro Maxൽ 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 6 GB റാം. ഇതാണ് പുതിയ റൂമർ വന്നിരിക്കുന്നത്. പക്ഷേ വേറെ ഒരു മാറ്റമില്ല. ഐഫോൺ 30 Pro Maxൻ്റെ സെയിം സാധനം, വേറെ ഒരു മാറ്റമില്ല. ഇത് മാത്രമാണ് ഒരേ ഒരു മാറ്റം. OnePlusൻ്റെ Nord 2T അങ്ങ് യൂറോപ്പിൽ ആരും അറിയാതെ ഇറങ്ങിയിരിക്കുകയാണ്. 8 GB 128 GB ആണ് വരുന്നത്. ഡിമെൻസിറ്റി 1300, 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ്. പിന്നെ അലർട്ട് സ്ലൈഡർ നമുക്ക് ഫോണിൽ നമുക്ക് ഫിസിക്കലായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ വൈബ്രേഷൻ മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്നൊരു മെത്തേഡ്. ഈ അലർട്ട് സ്ലൈഡറൊക്കെ എടുത്ത് കളയുന്നതെന്നാണ് പറയുന്നത് OnePlus. പക്ഷെ ഉണ്ട്, Nord 2Tയിലുണ്ട്. നല്ല കാര്യം. OnePlus Nord 2-ലോ 9RTയിലോ അല്ല, OnePlus Nordൽ ആൻഡ്രോയിഡ് 12ൻ്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ബാക്കി ഒന്നിലും വന്നിട്ടില്ല. കൊള്ളാമെന്നുള്ള ഫോണിലൊന്നും കൊടുക്കരുത് കേട്ടോ. പിക്സൽ വാച്ചിൽ സാംസങ് 2018 സാംസങ്ങിൻ്റെ ഫസ്റ്റ് സാംസങ് വാച്ച് ഇറക്കിയത് അതേ ചിപ്സെറ്റാണ് പിക്സൽ വാച്ചിൽ അവർ കൊണ്ടുവരാൻ പോകുന്നത്. അത് പക്ഷേ വലിയ കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ അതിൻ്റെ വേറെ OS-ആണ്, ഈ പിക്സലിൻ്റെ വേറെ OS-ആണ്. സോഫ്റ്റ്വെയർ പക്കാ ലെവലാണ്, വേറെ ലെവലാണ്. പക്ഷേ നമുക്ക് വരിയില്ല. ഇന്ത്യയിൽ ലോഞ്ചർ ഇല്ല. സുന്ദർ പിച്ചേ. Realme Pad X May 26 ഇറങ്ങും. സ്നാപ്ഡ്രാഗൺ 870യുടെ ചിപ്സെറ്റും 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ്. പിന്നെ ഉള്ളത് Oppo Pad സ്നാപ്ഡ്രാഗൺ 860, അതായത് കുറച്ചും കൂടി കുറഞ്ഞ വെർഷനാണ്. മറ്റേത് ലേറ്റസ്റ്റ് വെർഷനാണ് റിയൽമിയിൽ കൊണ്ടുവരുന്നത്. അത് 870 ചിപ്സെറ്റ്, ഇത് 860യുടെ ചിപ്സെറ്റ്, 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റാണ്. ഇത് മിക്കവാറും May 23 ലോഞ്ച്. അതുപോലെ തന്നെ Oppo Reno 8ൻ്റെ ലോഞ്ച് May 23. രണ്ടും ചിലപ്പോൾ Oppo പാഡും Reno 8ഉം ഒരുമിച്ചായിരിക്കും ഇറക്കുന്നത്. പിന്നെ OnePlus പാഡ് നോക്കണ്ട,
ഓപ്പോ പാഡിന് സെയിം സാധനമായിരിക്കും, അതൊന്നും നോക്കാനില്ല. വിവോ S50 Pro ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. S50യിൽ സ്നാപ്ഡ്രാഗൺ 870 ചിപ്സെറ്റും S50 Proയിൽ Dimensity 8100 ആണ് വരുന്നത്. പക്ഷേ പ്രോയ്ക്ക് വലിയ ചാൻസ് ഇല്ല. പക്ഷേ S50ന് അത്യാവശ്യം കൊള്ളാമെന്നുള്ള ചിപ്സെറ്റാണ്, ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. ഇന്ത്യയിൽ ഉടനെ തന്നെ ഉണ്ടാവും എന്തായാലും. Mi 12 Ultra, Xiaomi Mi 12 Ultra ഉടനെ തന്നെ, അതായത് അടുത്ത മാസം തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ടാവും. വിത്ത് സെയിം സെൻസർ MI, അതായത് Mi 11ൻ്റെ Mi 11 Ultrയുടെ സെയിം സെൻസേഴ്സ് ആയിരിക്കും ഇതിൽ. നമ്മുടെ അവസാനത്തെ ന്യൂസ്, ഇന്ത്യ 2030 6G 6G കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ. ഇവിടെ 4G നേരെ കിട്ടുന്നില്ല, 6G 5G വന്നപോലും ഇല്ല. ഇവിടെ വന്നു, ഇവിടെ ഒന്നും ഇല്ല. അപ്പം ശരിയല്ലേ, അടുത്ത വീഡിയോ കാണാം. ബൈ.